ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ അമ്മയോ ഭാര്യയോ മകളോ കാരണമൊന്നുമില്ലാതെ കരയുന്നുണ്ടോ? ശാന്തമായ ജീവിതം എന്നാഗ്രഹിച്ചിട്ടും ജീവിതം നിരന്തരം കണ്ണീർ സമ്മാനിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊരു യാദൃശ്ചികതയല്ല. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വളരുന്ന ചില ചെടികളാണ് ഈ ദുഃഖത്തിൻ്റെ കാരണമായേക്കുന്നത്. നമ്മുടെ പുരാതന വിശ്വാസങ്ങളിലും വാസ്തുശാസ്ത്രങ്ങളിലും ചെടികൾക്ക് വലിയ സ്ഥാനമുണ്ട്. ചില ചെടികൾ സൗഭാഗ്യവും സമാധാനവും കൊണ്ടുവരും. ചിലത് അറിയാതെ തന്നെ വീട്ടിലെ സ്ത്രീ ശക്തിയെ ക്ഷയിപ്പിക്കും. ഇത് അന്ധവിശ്വാസമല്ല, തലമുറകളായി അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഇനി പറയാൻ പോകുന്ന ചെടികളുണ്ടെങ്കിൽ അവ ഉടൻ തന്നെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കാട്ടുപാല അല്ലെങ്കിൽ എരുക്ക്. ശ്മശാന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ചെടിയാണ് ഇത്. ഈ ചെടി ശക്തമായ തമോ ഗുണം വീട്ടിലെ സ്ത്രീകൾക്ക് മാനസിക അസ്വസ്ഥത, കാരണമറിയാത്ത ദുഃഖം, കണ്ണുനീർ ഇവയെല്ലാം കൊടുക്കും. അതുകൊണ്ട് ഈ ചെടി മുറ്റത്തുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റണം. ഇനി രണ്ടാമത്തേതാണ് മുള്ളുള്ള കാക്ടസ്, കള്ളിമുൾ ചെടി. ഇത് ഇന്നത്തെ കാലത്ത് പലരും ഒരു ഭംഗിക്കായി വയ്ക്കുന്നതാണ്. എന്നാൽ ഇതിന് ജ്യോതിഷപരമായി അനേകം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. മുള്ളുകൾ എന്നത് സംഘർഷ ഊർജ്ജമാണ് നൽകുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, സംസാരക്കേട്, വീട്ടിലെ അശാന്തത ഇവയെല്ലാം ഇത് മൂലം ഉണ്ടാകുന്നതാണ്. വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വളപ്പിന് പുറത്ത് ഒഴിവാക്കുക. ഇത് നടുന്നത് വീട്ടുമുറ്റത്ത് പാടില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിന് പുറത്ത് ഇത് നടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി മൂന്നാമത്തേത് ഉണങ്ങിയ അല്ലെങ്കിൽ രോഗബാധിത ചെടികൾ. അതായത് നിങ്ങളുടെ വീട്ടിൽ ഉണങ്ങിപ്പിടിച്ച ബലമില്ലാതെ ശേഷിയില്ലാതെ നിൽക്കുന്ന ഏതെങ്കിലും ചെടികളുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഒഴിവാക്കുക. മരിച്ച ഊർജം, സ്ത്രീകളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്ത, പ്രതീക്ഷക്കുറവ് ഇവയെല്ലാം ഇതുവഴി ഉണ്ടാകും. ഉണങ്ങിയ ചെടി എന്ന് പറയുന്നത് ഉണങ്ങിയ ഭാഗ്യം പോലെയാണ്. അതുകൊണ്ട് ഉടൻ അത് നിങ്ങളുടെ വീട്ടിൽ നിന്നും മാറ്റുക. ഇനി നാലാമത്തേതാണ് കാട്ടുവാഴ. നിയന്ത്രണമില്ലാതെ വളർച്ചയാണ് ഈ കാട്ടുവാഴയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. അതായത് ദോഷഗുണമാണ് പറയുന്നത്. കുടുംബജീവിതത്തിൽ അസ്ഥിരത, സ്ത്രീകൾക്ക് സുരക്ഷാ അഭാവം ഇവയെല്ലാം ഉണ്ടാകും. ഇത് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുടെ മാനസിക ബുദ്ധിമുട്ടിനെ കൂടുതലായി കാണുന്നു. അമിതമായി വളർന്ന വേപ്പ്, അത് നേരെ വീടിന് മുന്നിൽ വന്നാലാണ് ദോഷം. വേപ്പ് ഏറ്റവും നല്ല ഒരു ചെടി തന്നെയാണ്. പക്ഷേ പ്രധാന വാതിലിന് നേരെയാണെങ്കിൽ ഇവ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും തലവേദനയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും കാരണക്കാരമാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ചെടി വീടിന് നേർ മുന്നിൽ വരത്തക്ക രീതിയിലാണ് ഉള്ളതെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി നടുക. ഇനി ഈ ചെടികൾക്ക് പകരം ഭാഗ്യം തരുന്ന ചെടികളും ഉണ്ട്. ഇത് നട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഭാഗ്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം. ആ ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് തുളസി. സ്ത്രീശക്തി ശക്തമാകും. വിഷ്ണുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീടിന് ഒരു കവചമായി എന്നും നിലനിൽക്കും. അതാണ് തുളസിയുടെ പ്രത്യേകത. ഇനി മുല്ല. മുല്ല സമാധാനം നൽകുന്ന ഒരു ചെടിയാണ്. സന്തോഷകരമായ ഒരു കുടുംബജീവിതവും നിങ്ങൾക്ക് ഉണ്ടാകും. ഇതിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതുവഴി നിങ്ങളുടെ ജീവിതം സമാധാനപരമായി മുന്നോട്ട് പോകും. പിന്നെയാണ് അരളി. അരളി ശരിയായ സ്ഥാനത്ത് നടുകയാണെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു ചെടിയാണ് ഇത്. വീട് ഒരു ക്ഷേത്രമാണ്. സ്ത്രീ അതിലെ ദീപമാണ്. ദീപം കെടുത്തുന്ന ചെടികൾ നിങ്ങളുടെ മുറ്റത്തുണ്ടെങ്കിൽ അത് മാറ്റുന്നത് ഒരു വലിയ പുണ്യകർമ്മമാണ്. ഈ വീഡിയോ സ്ത്രീകളുള്ള എല്ലാ വീടുകളിലേക്കും ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അനുഭവങ്ങൾ ഇതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.